സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. ഇപ്പോഴും ഈ പറഞ്ഞ ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു, ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞതിൽ വിട്ടുപോയി. ഇലക്ഷനിൽ നിന്ന് തോറ്റു, പിന്നെ ഇലക്ഷനിൽ നിന്ന് തോറ്റു, പിന്നെ ഇലക്ഷനിൽ നിന്നാണ് ജയിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട വേദനയും പേടികളും ഒക്കെ ആദ്യത്തെ തന്നെ മാറിക്കാണല്ലോ. പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമല്ലോ. ഈ ജയിക്കാതിരുന്നപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമായിരുന്നു. വെറുതെ പൊളിറ്റിക്സിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമായിരുന്നു. മകനാണെന്നുള്ള ഒരേ ബന്ധത്തിന് ചവിട്ടിങ്ങോട്ടും വരുന്നുണ്ടെന്നും പിന്നെ അച്ഛനെ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ കോമഡി ചെയ്യുന്നതിന് പോരാന്നുള്ള രീതിയിൽ. സുരേഷ് സൂപ്പറാണ്. ചില സിനിമകൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അച്ഛൻ അങ്ങനെ കോമഡി ചെയ്യേണ്ട. അച്ഛൻ മിന്നൽ പ്രതാപൻ ഫാൻസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. 10 പേരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പേടിയില്ല. ഒറ്റയ്ക്ക് രാവിലെ രാവിലെ നട്ടുച്ചയ്ക്ക് നല്ല വെളിച്ചം വേണം. ഈ അച്ഛന്റെ തിരിച്ചുവരവുകൾ എങ്ങനെയൊക്കെ ആഘോഷാക്കണേ പേഴ്സണലി? ഒരു പരിധി കൂടുതൽ അതിനെ ഇങ്ങനെ ആക്കി വലുതായിട്ട് കാണിക്കാറില്ല. എപ്പോൾ തിരിച്ചടി വരുമെന്ന് പറയാൻ പറ്റില്ല. അതാ എല്ലാ ഫോട്ടോയിലും ഒരു 10 ഫോട്ടോ എടുത്ത 2 ഫോട്ടോ ബേസിലുണ്ടാവും. എല്ലാ ഫ്രെയിമിലും മറ്റേ ചാടി കയറി നിൽക്കുന്നോണ്ടിട്ട് അവസാനം ഞാൻ പിന്നെ മറ്റേ എന്നോട് വിനിതേട്ടൻ വന്നിട്ട് അവൻ എല്ലാത്ത സ്റ്റിൽസ് നോക്കി ഒന്ന് മാറ്റി ഒരു ഫോൾഡറിൽ ഇട്ടു. കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ ഇനീഷ്യലി ഭയങ്കര പാടായിരുന്നു. പിന്നെ പിന്നെ അല്ല പുള്ളി ഭയങ്കര ലുക്കാകളെ. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്? പോയിന്റ്ലെസ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുത്തിട്ട് വേറെ അർത്ഥം സൃഷ്ടിച്ച് തെറി വിളിപ്പിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രവണത നന്നായിട്ട് മണ്ടന്മാരില്ലാത്ത ആർക്കും മനസ്സിലാവും. ചിലർ കണ്ടടച്ച് മണ്ടന്മാരാവും. അച്ഛൻ്റെ അത്രയും കംബാക്സ് ഉള്ള വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജൂൺ 25 ഗഗനചാരി തിയേറ്ററിലേക്ക് എത്താണ്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വിഹാ ഗോകുൽ സുരേഷ്, അനാർക്കലി മരക്കാരൻ, അരുൺ ചന്തു, 3 പേർക്കും വെൽക്കം. ഈ 2007, 8, 9 കാലഘട്ടത്തിൽ ഈ സാബു കോളനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് പഠിക്കാൻ പോയതാണല്ലോ. പിന്നെയാണ് ഈ തട്ടവും എല്ലാം ഇവഞ്ച്വലി സംഭവിക്കണേ. എങ്ങനെ ഈ ജേർണി ശരിക്കും കാണണേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫിലിമിൽ വരണമെന്ന്. പക്ഷെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. പോസ്റ്റർ ഡിസൈനിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി സിനിമയുടെ സെറ്റിൽ വരാൻ പറ്റില്ല, ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണെന്ന് വിചാരിച്ചു. തിരയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ ബേസിക്കലി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന തെറി ഒഴിവായി കിട്ടി. സെറ്റിൽ നിന്നിട്ട് വർക്കൊക്കെ നോക്കാൻ പറ്റി. എന്നാലും ആരും ഇൻവോൾവ്മെൻറ്റ് ഇല്ലെന്ന് മനസ്സിലായി. ബട്ട് സെൽഫ് ലേൺഡ് ആയിരുന്നു. അതിൻ്റെ കുറവുകൾ ആദ്യത്തെ സിനിമകളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഇവോൾവ് ചെയ്ത് വരുന്നു. ഇവരുടെ അങ്ങനെ ഗഗനചാരി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഫസ്റ്റ് എക്സൈറ്റ് ചെയ്ത ഫാക്ടർ? എനിക്കതൊരു ഇങ്ങനൊരു സയൻസ് ഫിക്ഷൻ, ഒരു ഏലിയൻ പടമാണ് എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ആണ് എനിക്കത് ഏറ്റവും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അതല്ലാതെ ഒരു സിനിമയെ പറ്റി എന്താണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കാണുന്നത് വരെ, ഫൈനൽ ഔട്ട് വരുന്നത് വരെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് ഒരു ഐഡിയ വരത്തില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും അതിൽ കുറച്ച് VFX-ഉം അതിൽ വേറെ പരിപാടി, കുറച്ച് ആനിമേഷനും ഒക്കെ വരുമ്പോഴാണ് പടം ഒരു മൊത്തത്തിലൊരു പടം ശരിക്കുള്ളൊരു പടമാണ്. അപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. ഇത് എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നു, പക്ഷെ ഇറ്റ് ഈസ് ഓൾ ഇൻ ഹിസ് ഹെഡ്. ഗൂഗിളിൽ ആദ്യം ഏതാ പറയണേ? സായന വാർത്തകളാണോ ഗഗനചാരിയാണോ ആദ്യം പറയണേ? സായന വാർത്തകൾ ആദ്യം പറയുന്നത്. ഇറങ്ങിയത് 2022 നമ്മളത് 2018 ചെയ്ത പടമാണ്. അതിന്റെ അപ്പൊ ഈ ഗഗനചാരി ശരിക്കും എങ്ങനെയാ? ഗഗനചാരി ഞങ്ങൾ 2020 ചെയ്തിട്ട് ഇപ്പൊ 2024 റിലീസിന് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാം വലിയ പാലൊക്കെ പറയുന്ന പോലെ കുറച്ച് സമയം എടുക്കും. ക്ഷമ വേണം. ഡയറക്ടറെ കർക്കശക്കാരനെ ഡയറക്ടറാണോ? അയ്യോ ഇല്ല, പാവെന്ന് വെച്ചാ സ്വന്തമായിട്ട് തമാശ പറഞ്ഞ് പുള്ളിനെ ചിരിക്കും. നമ്മള് ചിരിക്കും, പുള്ളിന് ചിരിയായിട്ട് എനിക്ക് പലപ്പോഴും ചിരി വരുന്നു. അല്ല അങ്ങനെ ഇങ്ങനെ ചളിയൊക്കെ പറഞ്ഞ് ചിരിക്കുക. ഭയങ്കര ഫ്രണ്ട്ലി. ഒരു എന്താ ഒരു പാവമായിട്ടാണ് തോന്നിയേക്കുന്നത്. ഷൂട്ടിങ് സമയത്ത് പിന്നെ സുർജിത്തൊക്കെ ആയിട്ട് ഭയങ്കര അടിയായിരുന്നു. സിനിമറ്റോഗ്രാഫറൊക്കെ ആയിട്ട്. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും പുള്ളിയോട് തന്നെ ചളി പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ലൈക്ക് പുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് വളരെ റഫ് ആൻഡ് ടഫ് ആണ്. പക്ഷെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ എഴുതിയതാണ്.
ആ സീൻ പർപ്പസ്ഫുള്ളി നമ്മളൊരു സംരംഭത്തിലെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്ന അതിൽ നമ്മൾ 5th wall ബ്രേക്ക് ചെയ്ത് മാത്രമാണ് എനിക്ക് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഐഡിയ. BGM പറ്റിയിട്ട് കഥാപാത്രം തന്നെ ചോദിക്കുന്ന ഒരു പരിപാടി അതിൽ വേണമെന്നുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടിട്ട് എല്ലാവരും പറയാം ഗോകുലിന്റെ ഒരു ഹ്യൂമർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഹ്യൂമർ ആദ്യമായിട്ടല്ലേ ചെയ്യണത് ശരിക്കും. എന്താ ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു? എങ്ങനെയായിരിക്കും ഞാൻ ഹ്യൂമർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളൊരു ചെറിയൊരു അത്യാവശ്യം ഒരു ചെറിയ പ്രായം തൊട്ട് വീട്ടില് അമ്മായിമാര്, അമ്മ, സിബ്ലിങ്സ്, സിസ്റ്റേഴ്സ്, ഇവരുടെ അടുത്ത് ലേഡീസ് ഗ്യാങ്ങിൽ ചെറിയ ചിരിയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ള അതെൻ്റെ 1-2 വേറെ കസിൻസിൻ്റെ അടുത്തു നിന്നൊക്കെ എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അച്ഛനെ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ കോമഡി ചെയ്യുന്നതിന് പോരാന്നുള്ള രീതിയിൽ. അല്ല, അച്ഛൻ ചില സിനിമകൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അച്ഛൻ അങ്ങനെ കോമഡി ചെയ്യണ്ട, അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ ഫിസിക്കിനും ആ ഒരു ഇമേജിനും അതിന് കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരം നമുക്ക് സ്ഥിരം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക്. പക്ഷേ ഫാൻസ് പ്രതിഷേധം ആണോ? അല്ല, അത് നമുക്കിനി പിടിക്കാമല്ലോ. അതായത് അതിൻ്റെ ഒരു എസ്തെറ്റിക് ഒത്തന്റിക് സാധനം അച്ഛൻ്റെ വന്നാൽ അത് പുൾ ഓഫ് ചെയ്യും. ഇതിലെൻ്റെത് അങ്ങനത്തെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. വെറും ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ചളിയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അത് വർക്കാവില്ല. ഈ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് ഈ പറച്ചിലായത് കാരണമാണ് കുറച്ചും കൂടെ ഈ കറക്റ്റായിട്ട് ആ മീറ്ററിന് അത് വന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആയിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസം. ഈ പഴയ പടങ്ങളുടെ റെഫറൻസുകൾ കുറെ പരിപാടികളുണ്ടല്ലോ. ഈ നിങ്ങൾക്ക് ശരിക്കും ആ ലിസ്റ്റില് ഞാൻ പ്രീമിയർ കഴിഞ്ഞപ്പോൾ ഒരു കാർഡൊക്കെ തന്നു, അതിനകത്ത് കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നിങ്ങൾക്ക് അതിനകത്ത് ഫേവറേറ്റ് സിനിമ ഏതാ? മനുവങ്കൾ. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് മനുവങ്ങളുടെ മീൻ വെച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ആദ്യം രജിസ്റ്റർ ആയിട്ടുള്ള അതിൽ മറ്റേ നമ്മൾ ഏലിയനെ കാണുന്ന ഒരു സീനില്ല, നമ്മൾ പണ്ട് തൊട്ട് പാറ്റ നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് ട്രോപ്പ് ആദ്യമായിട്ടും ഡെന്നിസ് ജോസ് സാറിനോട് എല്ലാ റെസ്പെക്റ്റും പറയുന്നതാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും അവസരമാക്കിയിട്ടുള്ള ഒരു മൂവിയാണ്. അത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ളൊരു മൂവിയും പിള്ളേർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു മൂവിയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത്. പ്രത്യേകിച്ച് അതിലത്തെ SGയുടെ ക്യാമിയോ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ ഞാൻ പറഞ്ഞ ഒരു ആ ടെംപ്ലേറ്റ് കറക്റ്റ് ആവുമ്പോൾ ആ ഹ്യൂമർ ആൾക്ക് വർക്കാവും. പിന്നെ ആളുടെ ഇമേജ് ബിൽഡിങ്ങും വേറെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോഴത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്, അച്ഛന് ഹ്യൂമർ അത്ര എനിക്കിഷ്ടമല്ല എന്ന് കാണാൻ. ഫേവറേറ്റ് ഏതാ ആ ലിസ്റ്റില്? മണിച്ചിത്രത്താഴ് ഫേവറേറ്റ്. അവൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള അനാർക്കലിയുടെ ആകാശഗംഗ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഹൊറർ മൂവീസ് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പേടിയാ ചിലപ്പോ പോസ് ചെയ്തിട്ടൊന്ന് ശ്വാസമൊക്കെ എടുത്ത് 10 പേരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പേടിയില്ല. ഒറ്റയ്ക്ക് രാവിലെ നല്ല വെളിച്ചം വേണം. ശരിക്കും ചെയ്തിരിക്കുന്ന മുമ്പത്തെ 2 സിനിമകളും ഈ വേറെ തങ്ങ സിനിമകളാ. ഈ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്യാനുള്ളൂ. എന്നാൽ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ചില കോളുകളുണ്ടല്ലോ. ശരിക്കും ഏത് ജോണറ ഭയങ്കര ഇഷ്ടം? സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷൻ ആണ് ഞാൻ ആദ്യം തൊട്ട് പുൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു പ്രോജക്റ്റ് സയൻസ് ഫിക്ഷൻ ആയിരുന്നു. പക്ഷേ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുഖ്യധാര പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ. അങ്ങനെ ശ്രമിച്ചതാണ് ആദ്യത്തേത്. സാജൻ ബേക്കർ ശരിക്കും പറഞ്ഞാൽ സായന വാർത്തകളുടെ ഒരു അൺസർട്ടനിൻ്റെ സമയത്ത് അഞ്ചുവേട്ടൻ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ആയില്ലായിരുന്നു കുറേ പേർക്ക്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു സാധനം ചെയ്യണം എന്നുള്ളൊരു ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ സാജൻ ബേക്കറി കൊണ്ടൊക്കെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഗണേശ് സാറിനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഹ്യൂമറും കെമിസ്ട്രിയും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ കാരണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗഗനചാരി സംഭവിച്ചത്. അവരൊക്കെ ഈ കാസ്റ്റ് ഇവരെല്ലാം ഒന്ന് സെറ്റായി വന്നുകൊണ്ടാണ് ഗഗനചാരി ഉണ്ടായത്. അത് ശരിക്കും ഈ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ടല്ലോ. ഇതിനകത്ത് സെറ്റയർ ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കോംപ്ലക്സ് അല്ലേ. ഈ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ എങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്തെടുത്ത്? നമ്മൾ നിയർ ഫ്യൂച്ചർ ആലോചിച്ചേക്കുന്നത്. ഭയങ്കര ഫാർ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല പറയാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കുറവാണ്. നമുക്ക് ഭയങ്കര ഒരു ഒട്ടോപ്യൻ വേൾഡ് ഒന്നും കാണിക്കാനുള്ളൊരു വൊക്കാൻ്റെ പോലൊന്നും കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ എന്നാൽ ഒരു നിയർ ഫ്യൂച്ചറിലുള്ള പൊളിറ്റിക്സ്, ആ സമയത്ത് ഒരു ഡിസ്റ്റോപ്യൻ ആയിട്ടുള്ള ഒരു വിഷൻ ഒക്കെ. അതെ, മാർക്കറ്റ് മോണോപ്പൊളി നമ്മൾ ശരിക്കും പറഞ്ഞാൽ താങ്ക് യു അത് അഡ്രസ്സ് ചെയ്തില്ല, ബാക്കി ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ലായിരുന്നു. മാർക്കറ്റ് മോണോപ്പൊളിയൊക്കെ എനിക്ക് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എങ്ങനെ ഒരു മിലിറ്ററി സ്റ്റേറ്റിൽ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നൊക്കെയുള്ള ആലോചിച്ചപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബ്രാൻഡിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ ബ്രാൻഡ് നമ്മളിപ്പോൾ ഇന്നലെ വിട്ട ടീസറിലും അവരുടെ ഒരു TV ആണ് നമ്മൾ കാണിച്ചേക്കുന്നത്, ലേലോ എന്നുള്ള ബ്രാൻഡ്. അതെ അതെ, സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ ലേലോ കാണിച്ചിട്ടുണ്ട്. ഈ പ്രമോയില് JD and വിവേകിനെ
ബേസിക്കലി ടോക്കിംഗ് ഗാർഡ്സിന്റെ ഭയങ്കര ഹ്യൂജ് ഫാനാണ്. ടോക്കിംഗ് ഗാർഡ്സ് നിന്ന് പോയാൽ നമുക്കൊക്കെ പോയി വിഷമമുണ്ട്. അപ്പം വിവേകിനോടും ജെഡിയോടും നമ്മളത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ മമ്മൂക്കയുടെ വീടിനടുത്തുള്ള ഷോൺവില്ലായിരുന്നു നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ ക്യാമ്പ്. അപ്പം ജെഡിയുടെയും വിവേകിൻ്റെ ഒക്കെ വീട് അടുത്തടുത്താണ് അവിടെ. ജെഡിയുടെ വീട്. ഒരു ദിവസം അവർ ചുമ്മാ ഇറങ്ങിയപ്പോൾ നമ്മൾ ആക്ച്വലി അവർ ആ യൂണിവേഴ്സിലുണ്ടെങ്കിലും മൂവിക്കകത്തില്ല. നമ്മൾ ചുമ്മാ അവരെ വെച്ചിട്ടൊരു പരിപാടി ഷൂട്ട് ചെയ്തതാണ്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് കുറേ പേർക്ക് ഇന്നലെ എനിക്കൊന്ന് യൂട്യൂബിലും എൻ്റെ ഇൻസ്റ്റയിലും ടോക്കിംഗ് ഗാർഡ്സ് ഫാൻസ് മറ്റേ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ അവർ പറയുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞെങ്കിലും എറ്റേണലി ദേ ആർ എക്സിസ്റ്റിംഗ് ഇൻ ഗഗനചാരി യൂണിവേഴ്സ് എന്നുള്ള. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പൊ ഈ ഗോകുല് പണ്ടും ഈ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു ആക്ടറായിട്ട് അൺയൂട്ടിലൈസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഞാൻ പ്ലേ ചെയ്യാൻ പോകണേ എന്നൊരു മൈൻഡ് പ്രോസസ്സ് ഉണ്ടാവും ശരിക്കും? അല്ല, ആ ഓരോ ക്യാരക്ടർ എങ്ങനെയാണ് ഇവരെന്നെ കൊണ്ട് പ്ലേ ചെയ്യിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ. എനിക്കങ്ങ് നിന്ന് അവർ പറയുന്ന പോലെ ചെയ്തു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവർ പറയുന്ന ഒരു നടക്കും ഞാൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുമില്ലല്ലോ. ഞാൻ മാക്സിമം അവരെ ഡിസപ്പോയിന്റ് ചെയ്യാതെ, മേക്കേഴ്സിനെ കോ ആക്ടേഴ്സിനെ ഡിസപ്പോയിന്റ് ചെയ്യാതെ എനിക്ക് തരുന്ന പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ കോംബോ സീൻസിലൊക്കെ എങ്ങനെ ശരിക്കും നല്ല ബോണ്ടിങ് വേണമല്ലോ നിങ്ങളായിട്ട്, ഈ ഗണേശേട്ടനും മജുവേട്ടനും നിങ്ങൾ മൂന്നുപേരും. കാരണം നിങ്ങൾ മൂന്നുപേരാണല്ലോ കഥ മുമ്പോട്ട് കൊണ്ടുപോണേ. ഈ സെറ്റിലൊക്കെ എങ്ങനെ ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ? എനിക്ക് അജുവേട്ടനായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമ മുത്തുകവും അടികപ്പിയാരും കോമൺ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടുപ്പ് കൂടുതലുണ്ട്. അതെ അതെ, കാരണം വിപിന്നേട്ടൻ ആദ്യം ചെയ്തത് ഉണ്ണിമൂലം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത് അജുവേട്ടനായിരുന്നു, ദീപചേട്ടൻ എഴുതിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഡയറക്ടർ അങ്ങനെയല്ലേ, ഇപ്പൊ അരുൺ ചേട്ടൻ ഞാനായിട്ട് സാധാരണ വാർത്തകൾ ചെയ്തു, ശേഷം എന്നെ വെച്ച് തന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ തോന്നി. ആ ഒരു തോന്നലുണ്ടാവില്ല. അത് വെച്ച് അജുവേട്ടനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അജുവേട്ടൻ തന്നെ അതിന്റെ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആള് ഒന്നില്ലെങ്കിൽ ന്യൂ ഫേസിന് ഹണ്ടിങ് ആയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്തോട്ട് വിജയ് ബാബു ചേട്ടൻ വഴി എത്തി. ഞാനപ്പോൾ ബാംഗ്ലൂരിൽ പഠിച്ചോണ്ടിരിക്കുക. അച്ഛൻ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. എന്നെ ആദ്യമായിട്ട് വിളിച്ചറിയിക്കുക ഇങ്ങനെ സിനിമയുടെ കഥ കേട്ടു. ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ എന്തോ കാര്യം പറയുകയെന്ന് വിചാരിച്ച് ഇങ്ങനെ കേൾക്കുക. ലാസ്റ്റ് പറഞ്ഞു, നിനക്കാ വന്നത്, കഥ കേട്ട് നോക്കുന്നോ? പിന്നെന്താ അച്ഛാന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്മസ് വെക്കേഷന് വന്ന് കഥ കേട്ടു, ചെയ്യാമെന്ന് ഏറ്റു. തിരിച്ച് ജാനിൽ ക്ലാസ്സസിന് പോയി. ഒറ്റ മാസത്തിനുള്ളിൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ആയി. ഞാൻ കിടപ്പിലായി പോയായിരുന്നു. ഈ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സും റോഡൊക്കെ അകത്തിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യം ഞാൻ ചെയ്യുന്നത്. അതുപോലത്തെ ഒരു കോൺഫിഡൻസ് ആൾക്കും തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും. ചോക്കോസ് തിന്ന് അവസാനം ഞാൻ ആ സമയത്ത് ഒന്ന് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, അപ്പം എന്തോ വയറൊന്നും അങ്ങനെ ചടാൻ പാടില്ല. അതിന്റെ ഇടയ്ക്ക് ചോക്കോസ് തിന്നണം. ചോക്കോസ് ഒരു പാക്കറ്റ് ഈസിലി എന്തായാലും തിന്നിർത്തിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഇത് ഞാൻ വെറുതെ ഇപ്പൊ ഷോർട്ടിൽ അല്ലെങ്കിൽ ഞാൻ ചോക്കോസൊക്കെ ആര് തിന്നാറുണ്ടായിരുന്നു. പിന്നെ എല്ലാരും ചോക്കോസ് കട്ടൊക്കെ വിളിക്കുമ്പോ ബാക്കി എല്ലാരും വന്ന് ചോക്കോസ് തിന്ന. എന്നിട്ട് ബാക്കിയുള്ളവര് ഈ ഞാൻ കേട്ടത് ഈ തിരയുടെ സമയത്ത് ഈ ബേസിൽ വന്നിട്ട് ഈ ഭയങ്കര പോസിൽ നിൽക്കുന്ന സ്റ്റില്ലുകളൊക്കെ എടുത്തിട്ടുള്ള ആളാണല്ലോ. അന്ന് ബേസിലായിട്ട് ബേസിൽ അഭിനവ് ഗണേശ് ഒക്കെ തിരയില് എഡീസ് ആയിരുന്നു. അപ്പം എനിക്ക് ബേസിലിനെ അല്ലാതെ തുണ്ടുപടത്തിന്റെ പോസ്റ്റർ ഡിസൈനിങ് ഞാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം. അപ്പോൾ തിരയിൽ ഞങ്ങൾ ബേസിക്കലി ഭയങ്കര നമ്മൾ ഔട്ട് ഓഫ് കേരളയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഭയങ്കര കട്ടയ്ക്ക് നിന്നിട്ടാണ് പരിപാടിയെല്ലാം ചെയ്തത്. അപ്പം ബേസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറ്റ മൂവി മതിയായിരുന്നു. ബേസിൽ അതിന് മുമ്പ് തന്നെ പുള്ളിക്ക് സിനിമാറ്റിക്കലി പരിപാടി മൊത്തം തലയിലുള്ളതുകൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ മാത്രമായിരുന്നു. അങ്ങോട്ട് അറിയാം എല്ലാവരെയും. അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ ഫോട്ടോയിലും ഒരു 10 ഫോട്ടോ എടുത്ത 2 ഫോട്ടോ ബേസിലുണ്ടാവും. എല്ലാ ഫ്രെയിമിലും മറ്റേ ചാടി കയറി നിൽക്കുന്നതുകൊണ്ടിട്ട് അവസാനം ഞാൻ പിന്നെ മറ്റേ എന്നോട് ഇതേട്ടം വന്നിട്ട് അവൻ ഇല്ലാത്ത സ്റ്റിൽസ് നോക്കി ഒന്ന് മാറ്റി ഒരു ഫോൾഡറിൽ ഇട്ടോ. അങ്ങനെ ആ ഷോനെ സ്റ്റിൽസ് കൊടുത്ത്. ശരിക്കും പറയാം ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മൊത്തത്തിലൊരു ഭയങ്കര ഹാപ്പിനെസ് ടൈമാണല്ലോ. ഈ ശരിക്കും ഈ അച്ഛൻ്റെ കംബാക്കുകളെ കുറിച്ചിട്ട് ഗോകുൽ പറയട്ടെ. പണ്ട് ഈ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ആള് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് അച്ഛനോട് പറയണ, അച്ഛന് എനിക്കിനി സ്കൂളിൽ പോകണ്ട. ഞാൻ ബോർഡിങ്ങിലായിരുന്നു. നിവർത്തിയില്ല, സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ. അപ്പോഴും ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ ഒരു കമ്മീഷനായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അവരോടൊക്കെ പോയി വെല്ലുവിളിക്കാൻ പറയണു. അപ്പൊ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ ഈ ലൈഫിൽ എപ്പോഴും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കുന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടാ. ഈ അച്ഛന്റെ തിരിച്ചുവരവുകൾ എങ്ങനെയൊക്കെ ആഘോഷാക്കണേ പേഴ്സണലി? നമ്മളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളങ്ങനെ നടന്നു പോലും ഒരു പരിധി കൂടുതൽ അതിനെ ഇങ്ങനെ ആക്കി വലുതായിട്ട് കാണിക്കാറില്ല. എപ്പോൾ തിരിച്ചടി വരുമെന്ന് പറയാൻ പറ്റില്ല. അതാ മറ്റേ ഷോയിബ് അക്തർ ബൗൾ ചെയ്തിട്ട് രാഹുലിനോട് ഡിഫെൻഡ് ചെയ്തുപോലെ ഇപ്പൊ അച്ഛൻ്റെ അത്രത്തോളം കംബാക്സ് ഉള്ള ഈവൻ ഫിലിം കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും പൊളിറ്റിക്കൽ കരിയറിലായാലും അച്ഛൻ്റെ അത്രയും കംബാക്സ് ഉള്ള വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശരിക്കും ഈ ലൈഫിൽ അച്ഛനെടുത്തിട്ടുള്ള പല ഡിസിഷനുകൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ സിനിമ ബ്രേക്ക് ചെയ്യുക, ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക. അപ്പോഴും ഈ അദ്ദേഹത്തിനോട് ഒരിക്കലും ചോദിച്ചപ്പോൾ അൺസർട്ടനിറ്റിനേക്കാളും കൂടുതൽ അദ്ദേഹം പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനത് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ പലരും പറയുന്നുണ്ട് എന്തിനാണ് സുരേഷ് ഏട്ടാ ചെയ്യണേ, യു ക്യാൻ ഈസിലി ഗോ, ഒരു വർഷത്തിലൊരു 3 സിനിമ ചെയ്ത് കഴിഞ്ഞ് ഈസി ആയിട്ട് പോകാൻ. അപ്പം ആളുകളോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ ഭയങ്കര വിഷയമായിട്ടുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഈ ഫിനാൻഷ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്തൊക്കെ സുരേഷേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈ കറണ്ട് ചാർജ് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു റൂമിലൊക്കെ കിടന്നിട്ടുള്ളൊരു സംഭവമൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും കുറച്ചുകൂടെ അപ്പോഴും ഈ സുരേഷേട്ടൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം കാര്യത്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നുണ്ട്, അപ്പോഴും ഈ പറഞ്ഞ ഇലക്ഷൻ നിന്ന് ജയിക്കുന്നു, ഇപ്പം മിനിസ്റ്ററാണ്. സോ അപ്പോഴും ഈ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടാവുമല്ലോ ഇനി എന്തെല്ലാം വരും എന്നുള്ള ഓർത്ത്. ഇപ്പം മാധ്യമങ്ങൾ പറഞ്ഞാൽ വിട്ടുപോയി, ഇലക്ഷനിൽ നിന്ന് തോറ്റു, പിന്നെ ഇലക്ഷനിൽ നിന്ന് തോറ്റു, പിന്നെ ഇലക്ഷനിൽ നിന്നാണ് ജയിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട വേദനയും പേടികളും ഒക്കെ ആദ്യത്തെ തന്നെ മാറിക്കാണല്ലോ. പക്ഷെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമല്ലോ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ. ജയിക്കാതിരുന്നപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമായിരുന്നു, വെറുതെ പൊളിറ്റിക്സിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ജയിച്ചപ്പോൾ കുറച്ച് ടാർഗറ്റിങ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനി എന്തെങ്കിലും ജയിച്ചൊരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, അതിൽ ഇനി എന്തെങ്കിലും ഒരു 0.5% അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇരട്ടി പ്രതിഷേധം ഇനിയും വരും. അതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഈ അച്ഛൻ ഇങ്ങനത്തെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കാറുണ്ടോ ഈ അച്ഛനായിട്ടൊക്കെ? ഇങ്ങനെ ഈ മറ്റ് ഈ പറഞ്ഞ ആൾക്കാരെന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഇങ്ങനെ അച്ഛനെങ്ങനെ അതെടുക്കുക? അച്ഛനും വലിയ ബോധോടാവാറില്ല, അച്ഛനേക്കാളും വലുതാണ്, അതുകൊണ്ട് തന്നെ അച്ഛനെ അതൊന്നും ബാധിക്കാറില്ല. ബാധിക്കുന്ന അച്ഛൻ്റെ അത്രത്തോളം വലുതല്ലാത്ത ഞങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ അത്രയൊക്കെ മാത്രം വലിപ്പമുള്ള ഞങ്ങൾക്കൊക്കെയാണ്. അച്ഛനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, മക്കള് ഞങ്ങളുണ്ട്, അച്ഛൻ്റെ സഹോദരങ്ങളുണ്ട്. ഞങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇതിന്റെ പെയിൻ അനുഭവിക്കാറുള്ളത്. അച്ഛൻ വലുതായിട്ട് അങ്ങനെ. ഈ മുന്നോട്ടുള്ള സിനിമാ കരിയറിലൊക്കെ ഈ അച്ഛന്റെ ഇതെങ്ങനെങ്കിലൊക്കെ ഗൂഗിളിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ടോ? ഈ മുന്നേ ഉള്ള ഈ അച്ഛൻ ഈ പറഞ്ഞെടുക്കുന്ന സ്റ്റാൻഡ് അത്ര എവിഡന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നെ കാണിക്കുക അങ്ങനെ പണിയുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കുറെ അവസരങ്ങൾ മാറിപ്പോകുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഊഹിക്കുമല്ലോ ഇതെന്താ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന്. അതിന്റെ കുറെ ചില പാറ്റേൺസ് ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ വെറുതെ വിട്ടേക്കൊന്നും അല്ലാന്നും മനസ്സിലായിട്ടുണ്ട്. ഒരു ബന്ധമില്ലെങ്കിലും മകനാണെന്നുള്ള ഒരേ ബന്ധത്തിന് ചവിട്ടിങ്ങോട്ടും വരുന്നുണ്ടെന്നും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് എവിഡന്റ്ലി ആരും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ചവിട്ടിയിട്ടുള്ള ആൾക്കാർ തന്നെ പിന്നീട് ഒരു വേദിയിൽ വെച്ച് കാണുമ്പം കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും നല്ല വാക്ക് പറയുകയും ഞാൻ ഗംഭീര നടനാന്ന് പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം. മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ ഗൂഗിളിന്റെ പെർസ്പെക്റ്റീവിൽ? മാധ്യമങ്ങള് ചിലപ്പോൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അതായിരിക്കാം. പക്ഷെ അതിനുശേഷം അവർ അതിലൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ആ OG കോണ്ടന്റിനെ എടുത്ത് സ്പ്ലിറ്റാക്കി പലയിടത്ത് പല തലക്കെട്ട് കൊടുത്ത് വ്യാഖ്യാനിച്ച് പല എഡിറ്റ്സ് കൊടുത്തതിനെ വ്യാഖ്യാനിച്ച് പോയിന്റ്ലെസ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുത്തിട്ട് വേറെ അർത്ഥം സൃഷ്ടിച്ച് തെറി വിളിപ്പിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരു പ്രവണത നന്നായിട്ട് മണ്ടന്മാരില്ലാത്തവർക്കും മനസ്സിലാവും. ചിലർ കണ്ണടച്ച് മണ്ടന്മാരാവും. അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ. അത് മീഡിയക്കാർ പ്രശ്നം എന്നല്ല, മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത്ര ഗംഭീരമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഈ സയൻസ് ഫിക്ഷൻ പോലുള്ള ജോണർ ചെയ്യുമ്പോൾ ഈ ആൾക്കാർക്ക് കൺവേ ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ ഉണ്ടല്ലോ. അത് നമ്മൾ എത്രത്തോളം അതിൽ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാലും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ചാൽ മതി എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ സയൻസ് ഫിക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് എന്താ? അതിൻ്റെ റീജിയണാലിറ്റി തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഈ ന്യൂയോർക്കിൽ പോയി ഏലിയൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്ലീഷ നമ്മളെല്ലാവരും ഈ ഹോളിവുഡ് സിനിമ കണ്ടിട്ട് പറയുമല്ലോ. അപ്പം റീജിയണലി നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് അത് പറയാമെന്ന് പറയുന്നത് കുറച്ച് ഇറ്റ്സ് എ തിങ്. അപ്പം ആ രീതിയിൽ പറയുന്നതാണ് ഏറ്റവും കോംപ്ലക്സിറ്റി. പിന്നെ സയൻസ് ഫിക്ഷൻ അസിൻ ഒരു ഹാർഡ് കോർ സൈഫൈ അല്ലെങ്കിൽ ഇപ്പോൾ സ്പേസ് ഒഡീസി, ഇൻഡസ്ട്രിയൽ കോണ്ടാക്ട് പോലെയൊക്കെ ഒരു സൈഫൈ ഒന്നും ഇവിടെ പെട്ടെന്ന് അങ്ങനെ ആൾക്കാർക്ക് തീരെ പെട്ടെന്ന് വർക്കാവില്ലെന്ന് തോന്നുന്നു. അതിനെ
ഈ പറഞ്ഞ പോലെ ഒരു കോമഡി പോലത്തെ ഒരു മീഡിയത്തിൽ കൂടി ബ്ലെൻഡിൻ ചെയ്തേ പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വേറൊരു സഹായം ഇല്ലാതെ ഒരു ഹാർഡ് കോർ സൈഫൈ ഇവിടെ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഗണേശേട്ടൻ എങ്ങനെയാ ശരിക്കും ആ റോളിലേക്ക് ഭയങ്കര ഫിറ്റ് ഉണ്ടാക്കിയെടുത്ത് അത് ഭയങ്കര ടൈലർ മെയ്ഡ് പോലെ ഉണ്ടല്ലോ കുറെ ഇൻസ്റ്റൻസ്. പുള്ളിക്ക് വേണ്ടി തന്നെ എഴുതിയത്. അവിടെ പോയി പറയുന്ന സമയത്തും പുള്ളി കേട്ടോണ്ടിരുന്നത് പുള്ളിയുടെ വീട്ടിലുള്ള സ്കെയിൽ മോഡൽസും ഹോട്ട് വീൽസും ഒക്കെ ഇങ്ങനെ ഒട്ടിക്കൊണ്ട് പുള്ളി കേട്ടോണ്ടിരുന്നത്. അപ്പം നമുക്ക് ഈ പുറത്ത് എഗെയിൻ പുള്ളിക്കൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ളൊരു ഇമേജ് ഉണ്ടല്ലോ പൊളിറ്റിക്കൽ. പക്ഷെ അകത്ത് പുള്ളി മറ്റേ എന്താ പറയുക, പുള്ളിയുടെ വീട്ടിലില്ലാത്ത മറ്റേ ടോയ്സ് അങ്ങനെ മറ്റേ ഇല്ലാത്ത സാധനങ്ങളില്ല. അതേപോലെ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പോപ്പ് കൾച്ചർ നോളേജ് ഒക്കെ ഉള്ള ആളാണ്. നമ്മൾ വൺസ് കഥ പറഞ്ഞ സമയത്ത് ഒരു വെറ്റർ ആണെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി ഇന്നായി പോയി പുള്ളി. അപ്പം പിന്നെ നെക്സ്റ്റ് ഡേ എന്നെ പ്രൊഡ്യൂസർ അടുക്കലേക്ക് സജസ്റ്റ് ചെയ്യുന്ന പോലും ഗണേശ് സാറാണ്. പുള്ളിയുടെ അടുക്ക് പറഞ്ഞത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻട്രോ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇന്നായെന്ന് മനസ്സിലായപ്പം ബാക്കി പിന്നെ ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. എഗെയിൻ സാറിൻ്റെ നെഫ്യൂ ആണ് എൻ്റെ കൂടെ കോറൈറ്റ് ചെയ്തേക്കുന്നത്, ശിവസായി. പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ശരിക്കും പറഞ്ഞാൽ റൈറ്റിംഗ് പ്രോസസ്സിലെ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സാർ ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ അങ്ങനത്തെ യാതൊരു ഇൻഹിബിഷൻസോ അല്ലെങ്കിൽ സെറ്റിൽ വന്നിട്ടില്ല ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പടം കണ്ടുകൊണ്ട് അറിയാം ഒരു പുള്ളി ഒരു പെയിൻറ്ററാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര കൂളായിരുന്നു ആ കാര്യത്തിലൊക്കെ. അനാർക്കലി ശരിക്കും എന്താ പറഞ്ഞേ വിളിച്ചിട്ട് നറേറ്റ് ചെയ്യുമ്പോൾ? എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കഥ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞ്. അപ്പം ഏലിയൻ ആണെന്ന് അങ്ങനെ ഏലിയനാണെന്ന് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അനാർക്കലി ആ സമയത്ത് ഒരു റൈറ്റർ ബോയ് ആയിരുന്നു ഞാൻ കാണുമ്പോൾ. എനിക്ക് ആ സമയത്ത് ഓൾറെഡി ബോയ് കട്ടാണ് കൂടി. പിന്നെ എക്സ്പൾസ്, ഞാൻ ഒരു എക്സ്പൾസ് ഒക്കെ ഓടിച്ചു നടക്കും. അപ്പോൾ എൻ്റെ എല്ലാ മീറ്റിങ്സിനും ഞാൻ എക്സ്പൾസിലാണ് പോകുന്നത്. കാര്യം എൻ്റെ കാറില്ല, അപ്പം ബൈക്കിനല്ലേ പോകത്തുള്ളൂ. അപ്പം എല്ലാ പരിപാടിക്കും ഇങ്ങനെ അതിനുണ്ട്. അപ്പം ആ ബൈക്ക് തന്നെയാണ് സിനിമയിൽ അജുവേട്ടന്റെ വണ്ടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് കാസ്റ്റിംഗ് ആണ് നടന്നത്. വരുമ്പോഴും എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ രാവിലെ ബൈക്ക് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ പോകുന്നൊക്കെ ഉണ്ടാവുക. കല്ലൂർ സ്റ്റേഡിയത്തില് പുല്ലുപിടിപ്പിക്കാനുള്ള ഐഡിയ ഒക്കെ? കല്ലൂർ സ്റ്റേഡിയം അല്ലത്, വൈറ്റിലുള്ള ഒരു സിൽവർ സാൻഡ് ഐലൻഡാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അവിടെ നമുക്കൊരു പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനാരി ആലോചിക്കുമ്പം ബാക്കി നമ്മളിപ്പോൾ ഐ ആം ലെജൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളുടെ പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനിമ കാണുമ്പോൾ അതിൽ ഭയങ്കര ഡെസേർട്ടായിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ നമുക്ക് കേരളത്തിലെ ഫ്ലഡിങ്ങും പ്രത്യേകിച്ച് ഞാൻ ഒരു പത്തനംതിട്ടക്കാരനാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറുന്നുള്ളത് ഷോർട്ടാണ്. അപ്പോൾ നമുക്കൊരു നൈറ്റ് മെയറാണ് ബേസിക്കലി. ഇപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം മഴ പെയ്ത് തുടങ്ങി എനിക്കിപ്പോൾ ക്ലാരയല്ല മഴ, എനിക്ക് എൻ്റെ പേടിയാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞാൽ ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനാരി പറയുമ്പോൾ നമുക്ക് മഴ അല്ലെങ്കിൽ ഫ്ലഡിങ് എന്നൊക്കെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നൊരു സാധനമാണ്. അപ്പം നാച്ചുറലി അത് ഓർഗാനിക്കലി സംഭവിച്ചതാണ്. അതൊക്കെ ഈ അച്ഛൻ്റെ റെഫറൻസുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ശരിക്കും? ഈ ചിന്താമണി കൊലക്കേസിൻ്റെ ഒക്കെ റെഫറൻസുകളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, അതിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് അച്ഛനെ എനാക്ട് ചെയ്യുന്നതോ അച്ഛൻ്റെ എന്തെങ്കിലും ഡയലോഗ്സ് വേറെ രീതിയിലാക്കി എനിക്ക് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അല്ലെങ്കിൽ അത് അതുപോലത്തെ പടത്തില് അതുപോലത്തെ സന്ദർഭത്തിലുള്ള ഒരു സാധനമായിരിക്കും. ഈ പോലീസ് ഡ്രസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര ടെൻഷൻ അടിച്ച് നിന്നിരുന്ന ഒരു ആളും കൂടെയാണല്ലോ. ഇപ്പോഴും അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സിന് പേടിയുണ്ടോ? എങ്ങനെ സോൺ എനിക്ക് അതിൻ്റെ യൂണിഫോം ഇട്ടാൽ എനിക്ക് ഓൾറെഡി എനിക്ക് ലെഗസി കിടപ്പുള്ളതുകൊണ്ട് എനിക്ക് അതിനെ കളങ്കപ്പെടുത്താൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പൊതുവേ വണ്ണമുള്ള ഒരാളാണ്. ഇപ്പം ഇരിക്കുന്ന കണ്ടില്ലേ. പക്ഷെ ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ 25ഓളം കിലോ കുറച്ച് ഞാൻ യൂണിഫോമിനകത്ത് കയറി. പിന്നുള്ള ഔട്ട്കം നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ജസ്റ്റിസ് ചെയ്യുക. അവിടെ നിന്ന് അത്രയും ദിവസം നമ്മളെ കാണുന്ന ആൾക്കാരോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യുക, ഡയറക്ടറിനോട് ജസ്റ്റിസ് ചെയ്യുക, കോ ആക്ടേഴ്സിനോട് ജസ്റ്റിസ് ചെയ്യുക, പ്രോജക്റ്റിനോട് ജസ്റ്റിസ് ചെയ്യുക. അത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോലും പോകാതെ ഞാൻ പല സന്ദർഭത്തിലും ഇരുന്ന് എനിക്ക് ചെറിയ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു കൊത്തയുടെ സമയത്ത്. കാരണം യൂണിഫോം എനിക്ക് ഫുൾ അഴിച്ചിട്ട് എനിക്ക് യൂറിനേറ്റ് ചെയ്യാൻ പോകാൻ പറ്റും. അപ്പോൾ അതിന് 10-25 മിനിറ്റ് DQ-ഓടൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. എനിക്ക് ആ ചിന്ത എനിക്ക് യൂറിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴേ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഞാൻ വെള്ളം കുടിക്കാതെ അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. മറ്റേ ഡെഡിക്കേഷൻ അവസാനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, അതൊക്കെ വളരെ നോർമലായിട്ടാണ് ഞാൻ കാണുന്നതിന്. ഇതിനേക്കാളിലും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരാണ് ഇപ്പോൾ ഗഗനചാരിക്ക്. ഗഗനചാരിക്ക് ഈസി ആയിരുന്നു. ഞാൻ ഓൾറെഡി തടിയുള്ള ആളാണ്, ഞാൻ കുറച്ചും കൂടെ തടി വെക്കണമായിരുന്നു. ഈ അലെന്ന് പറഞ്ഞ പേരിനകത്ത് കൊറേ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഈ അലന അലവലാതി എന്നൊക്കെ വിളിക്കണ അങ്ങനെ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ പറ്റണേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പേര് അലൻ ജോസ്. സെയിം പേര് അങ്ങോട്ട്. അലൻ ജോസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവന് അലവലാതി ആയതുകൊണ്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അങ്ങനെ വിളിച്ചത്. ഈ ആക്ഷൻ ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി ആദ്യമേ ഉണ്ടായിരുന്നു
ആക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യമേ പറഞ്ഞായിരുന്നു ആക്ഷനൊക്കെ സെറ്റ് ആയിട്ട് വരണം? സൂപ്പർ ഹീറോ ഇല്ല, അത് അല്ലാതെ ബേസിക്കലി ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇൻഡോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2020 ഷൂട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇല്ല നമുക്കൊരു ഷെഡ്യൂളും കൂടെ ഉണ്ട്, കുറച്ചുകൂടെ പടം കുറച്ചുകൂടെ വലുതാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സെക്കൻഡ് ഷെഡ്യൂളിലാണ് പറയുന്നത്, സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പറയുന്നത് അതൊരു ചെറിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ടോ. പിന്നെ എയറിലായിരുന്നു, ഞാൻ ലിറ്ററലി എയറിലായിരുന്നു. വെച്ചാ ഫുൾ ടൈം ഇങ്ങനെ കെട്ടി തൂക്കി ക്രെയിനില് താഴ്ത്തു വരിക, അങ്ങനത്തെ കുറെ അഡ്വെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്, കാണുന്നത് പോലും. കുറച്ച് പാടായിരുന്നു കാര്യം, അങ്ങനെ ഒരു റിഹേഴ്സലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അത്യാവശ്യം സ്റ്റിഫാണ്, അത്ര ഫ്ലെക്സിബിൾ അല്ല ഞാൻ. അപ്പം കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ ഇനീഷ്യലി ഭയങ്കര പാടായിരുന്നു. പിന്നെ അല്ല പുള്ളി ഭയങ്കര ലുക്കാകളെ. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ആർട്ടിസ്റ്റ് മറ്റേ ആക്ഷൻ മാസ്റ്റർ ഭയങ്കര ലുക്ക്, അതുകൊണ്ട് അടിപൊളി. കാര്യമായിട്ട് എനിക്കൊന്ന് മാസ്റ്റേഴ്സിൽ നല്ല ലുക്കുള്ള ഒരു ലുക്കും അടിപൊളി, ഭയങ്കര ഭയങ്കര നല്ല പുള്ളി എങ്ങനെ ചോദിച്ചൊരു നോ പറയുന്നു. പുള്ളിയെ ഇംപ്രസ് ചെയ്യാന്നുള്ളൊരു മോട്ടീവായി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് ചെയ്യുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ നല്ല എക്സ്പീരിയൻസ്, നല്ല അതുകൊണ്ട് മാത്രമല്ല ജീവൻ കൊടുത്തു ജീവൻ കൊടുത്ത് ഞാൻ ഇംപ്രസ് ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പം അങ്ങനെ വളരെ നല്ല എന്താ ആ ഒരു മൊത്തത്തിലെ എക്സ്പീരിയൻസ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. പ്ലാൻ ആയിരുന്നു ചോദിച്ചായിരുന്നു. ഫസ്റ്റ് ഡേ നമുക്കത് കാണുന്ന ഒരു യെല്ലോ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡ്യൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. പുള്ളിക്കാരനാണ് കെട്ടിത്തൂക്കാൻ മാസ്റ്റർ വിചാരിച്ചത്. മാസ്റ്റർ വന്ന് നാട്ടിലോട് ചോദിച്ചു, പുള്ളി കെട്ടി കഴിഞ്ഞപ്പോൾ ചെറിയ നമുക്ക് മുകളിൽ നിന്നാണെങ്കിലും മനസ്സിലാവുമല്ലോ ഡ്യൂപ്പ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നാട്ടിലോടൊന്ന് ചോദിച്ചു നാട്ടിൽ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, മാസ്റ്റർ ചോദിച്ചുകൊണ്ടിട്ട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത നിമിഷം അനർക്കലി കെട്ടി നോക്കി. പുറകിൽ എന്നിട്ട് മറ്റേ സംഭവം സാഹചര്യം ഈ അനർക്കലിയുടെ ഒന്ന് പഠിച്ചൊരു കാര്യം എന്താ സെറ്റിൽ ഇങ്ങനെ എന്തെങ്കിലൊക്കെ നല്ല സ്വാഗ ബൈക്കിലൊക്കെ വരുന്നത് നമുക്ക് ബോയ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് ടോട്ടലി ഞാനും ഇംപ്രസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് കാണാൻ സമയത്ത് എക്സ്പ്ലോസീവ് വന്ന് പൊളിയായിരുന്നു അത്. എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ഒന്നാമത് സിനിമയിൽ മിണ്ടുന്ന കൂടിയില്ല. ശബ്ദം തന്നെ വരുന്നത് മറ്റേ റിസീവറിലൂടെയാ വരുന്നത്. പിന്നെ അലന്റെ കണ്ണിൽ നിന്ന് കാണുമ്പം മറ്റേ വലിയ അതെ അതെ ആ ഒരു ഇത് തന്നെ ഞാൻ അങ്ങനെ ഇരുന്നത് കൂടുതൽ. അല്ലാതെ ഷോർട്ട് കഴിയുമ്പോ ഞങ്ങള് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് ചില്ലായിരുന്നു. ഞാൻ എല്ലാ സെറ്റിലൊക്കെ പോയി അറിയില്ല, എനിക്ക് പയ്യന്മാരുടെ അങ്ങോട്ട് ഇന്ന് ആ ഒരു ഫീൽ തന്നെയാ തോന്നുന്നു. സെറ്റിൽ ഗണേഷ് കുമാർ സാറായിരുന്നു ഞങ്ങളുടെ എല്ലാം ബേസിക്കലി കഥ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം നമ്മളല്ലാതെ കേട്ടോണ്ടിരിക്കലായിരുന്നു മെയിൻ പരിപാടി. സെറ്റിൽ സാറായിരുന്നു ഫുൾ ടൈം ഓണായിരുന്നു സാറിന്റെ കഥകൾ. ഈ പേര് ശരിക്കും എങ്ങനെ, ഈ ആകാശയാത്ര എന്ന് പറഞ്ഞ പേര് മലയാളത്തിൽ കേൾക്കാൻ? ആകാശയാത്ര അല്ല, അത് മേഘങ്ങളിലൂടെ സഞ്ചരിക്കുന്ന. അതെ, നമ്മള് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ബീയിങ് ഓഫ് ദ സ്കൈ എന്നായിരുന്നു നമ്മൾ ഗനചാരിയുടെ ഒരു മീനിങ് നമ്മൾ യൂസ് ചെയ്ത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് റൈറ്റർ നവീൻ ഭാസ്കർ പറഞ്ഞ പോലെ ഗനചാരി പേര് ഞാൻ അൾട്ടിമേറ്റ്ലി താങ്ക്സ് പറയുന്നത് പത്മരാജൻ സാറിനോടാണ്. പുള്ളി ഡബിൾ ആയതുകൊണ്ടും പുള്ളി ഞാൻ ഗന്ധർവിൽ യൂസ് ചെയ്ത ഫേമസ് ഡയലോഗിൽ നിന്നാണ് നമ്മൾ ഈ പേരെടുത്തേക്കുന്നത്. ഞാൻ ആക്ച്വലി സിന്ധുരാജേട്ടൻ്റെ കൂടെ റൈറ്റർ സിന്ധുരാജേട്ടൻ്റെ കൂടെ ഞങ്ങൾ ആറന്മുള റാന്നി ഭാഗത്ത് ഒരു ലൊക്കേഷൻ നോക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യത്തെ പേര് അതിഥി എന്നായിരുന്നു ഈ ഫിലിമിനകത്ത്. അപ്പോൾ അതിഥി ഓൾറെഡി ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് എന്തിടുമെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എനിക്കൊന്ന് പത്മരാജൻ സ്പോട്ടിഫൈയിൽ ഈ വാനത്തുമ്പിൾ ഏതോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ സിന്ധുരാജേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഗഗനചാരി എങ്ങനെ ഉണ്ടാവും? വേറെ ഒന്നും ആലോചിക്കേണ്ട, ലക്ഷണത്തെ പേരാണ്, ഏലിയൻ, ധൈര്യമായിട്ടുള്ള പറഞ്ഞു. അതെ.
ഇനി എന്താ ഫ്യൂച്ചർ പരിപാടി ആഫ്റ്റർ റിലീസ് ഓഫ് ഗഗനാചാരി എങ്ങനെയായിരിക്കും? എയറിലാവരുതെന്ന് താല്പര്യമുണ്ട്. പിന്നെ അടുത്ത സിനിമകളും ഇതേപോലെ തന്നെ സയൻസ് ഫിക്ഷൻ, എനിക്കൊന്ന് ഞങ്ങൾക്കൊരു നീഷ് ഓഡിയൻസ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് ഇതുപോലത്തെ സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഇൻഫാക്ട് നമ്മുടെ അടുത്ത സിനിമയ്ക്കുള്ളൊരു ഈസ്റ്റർ എഗ് ഗഗനാചാരിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനാണ്. 2 അല്ല, അതിലൊരു സ്പിൻ ഓഫ് പോലെ വേറൊരു സിനിമയുടെ ഒരു തുടക്കം വേണമെങ്കിൽ അതിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഗൂഗിൾ ഒരു കോമിക് ബുക്ക് വായിക്കുന്നുണ്ട്, അതൊന്നും മിക്കവാറും ഒരു ഫിലിം ആയിരിക്കും. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കവറിൽ വേറെ സ്റ്റാർ ആയിരുന്നു, സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ വേറെ സ്റ്റാറാ, വരാൻ പോകുന്ന ചിലപ്പോൾ വേറെ സ്റ്റാർ ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സർപ്രൈസുകളുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ വർക്ക് ചെയ്തവരോടൊക്കെ സിനിമ ചെയ്യാനൊരു ഭയങ്കര സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. ഈ തട്ടത്തിൻ്റെ ഒക്കെ അന്ന് ഇപ്പോഴും ഓർക്കണം, ഈ പോസ്റ്റ് ഡിസൈൻ ഒക്കെ സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര നീലയും വെള്ളയും ടോണൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ. ഈ അത്ര ഫ്രഷ്നെസ്സും ഈ ഗഗനാചാരിക്ക് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലൈഫ് ഒരു സർക്കിളാണെന്ന് പറയുന്ന പോലെ വീണ്ടും റീബൂട്ടായിരിക്കാം അരുൺ ചന്തുവിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അച്ഛനിനി തിരക്കുകളൊക്കെ കൂടിയിട്ട് കിട്ടാൻ സാധ്യതകളുണ്ടോ? എങ്ങനെയാ? നാളായിട്ട് അങ്ങനെ കിട്ടാറില്ല, പിന്നെ അങ്ങനെ കാണാതെ ഇരിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടൻ അന്വേഷണം പറയാ, കാരണം മീൻസ് ഭയങ്കര ഫാൻ ബോയ് മൂമെന്റ്സ് ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഫസ്റ്റ് ടൈം ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ ഗോകുലിന്റെ കരിയറിനും വളരെ ബെസ്റ്റ്. അപ്പോൾ അനാർക്കലി ഇപ്പോൾ പറഞ്ഞ പോലെ ചോക്കോസ് ഒന്നും കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ചോക്കോസ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ചോക്കോസ് ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്യിക്കുന്ന ആളുകൂടെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് എന്റർടൈൻ ചെയ്യിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം ബിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ.